കൽക്കി 2898 AD ഇന്ന് 27-ാം തീയതി റിലീസായിരിക്കുകയാണ്. സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ന് ഞാൻ കണ്ടു, ഐമാക്സിലാണ് കണ്ടത്. ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഐമാക്സിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ എന്റെ അനുഭവം ഞാൻ പറയാം. ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഒരു സിനിമയാണ് കൽക്കി. കൽക്കിയിലെ നടൻ ആര്, നായകൻ നടൻ ആരെന്ന് ചോദിച്ചാൽ പ്രഭാസ് ആണ്. പിന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുമുള്ള, അല്ലെങ്കിൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലുള്ള പ്രധാനപ്പെട്ട നടന്മാർ ഒന്നല്ല രണ്ടല്ല അനേകം തന്നെ ഈ സിനിമയിൽ നിരന്നിട്ടുണ്ട്. നമ്മളെ അറിവിൽ നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു ആരൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ സിനിമ കണ്ടു, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വഴിയെ പോകുന്നവരെല്ലാം, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നവരിൽ പോലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സംവിധായകരും നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞാൽ മലയാളത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് കുറച്ച് അഭിമാനം തോന്നി. നമ്മുടെ ദുൽഖർ സൽമാൻ ഒരു അതിഥി വേഷത്തിൽ, കുറച്ചേ ഉള്ളൂ, അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. അന്നാബൻ എത്തുന്നുണ്ട്, ശോഭനയുണ്ട്, പിന്നെ ഇത്രയും പേരൊക്കെ പ്രധാന റോളുകൾ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ തന്നെ. അപ്പോ ഇവരെല്ലാം തന്നെ നല്ല നല്ല റോളുകളാണ് ചെയ്തിരിക്കുന്നത്. പ്രഭാസിന്റെ അച്ഛനായിട്ടാണ് ദുൽഖർ സൽമാൻ വരുന്നത്. ഏതാണ്ട് കുറച്ചേ ഉള്ളൂ, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ് വരുന്നത്. ഇനി ഉണ്ടായിരിക്കും അങ്ങോട്ട്. പിന്നെ എനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നിയത് നമ്മളെ അന്നാബെന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് അല്ല, പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്ന റോളും ആ സീനുകളും ഒന്നിനൊന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു ഏതാണ്ട് ഒരു 15 മിനിറ്റ് പുള്ളിക്കാരി ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി അതിനകത്ത് സൂപ്പറായിട്ട് ഒറിജിനൽ സൗണ്ടിൽ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ നല്ല പെർഫോമൻസ്, നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്, പിന്നെ ഞെട്ടിക്കുന്ന ഒരു സിംഗിൾ ആക്ഷൻ സീക്വൻസ് പുള്ളിക്കാരിക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുള്ളിക്കാരി തകർത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ശോഭന, സൂപ്പർ അഭിനയമാണ്. ശോഭന നല്ല സൂപ്പർ ക്യാരക്ടറും നല്ല അഭിനയവുമാണ്. പിന്നെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, വില്ലൻ റോളിൽ കമൽഹാസൻ. പക്ഷെ കമൽഹാസൻ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് കുറച്ച് മാത്രമേ ഉള്ളൂ. 2 രംഗങ്ങളിലെ കമൽഹാസനുള്ളൂ സിനിമയിലെ ഒന്നാം പകുതി ചെറിയൊരു സീനിൽ. പിന്നെ ഏറ്റവും അവസാനം ഒരു സീനിലുണ്ട്. അതോടുകൂടി പുള്ളിക്കാരൻ സിനിമയുടെ ഫുൾ സംഭവം കൊണ്ടുപോവുകയാണ്. പുള്ളിക്കാരനിലാണ് സിനിമ തീരുന്നത്. ഫുൾ കയ്യടിയും, സിനിമയുടെ മുഴുവൻ കയ്യടിയും അവസാനം കൊണ്ടുപോകുന്നു പുള്ളിക്കാരൻ. അത് ഒരു ഭയങ്കരമായ ഒരു മാറ്റമാണ് ആ സിനിമയിൽ. ആ സിനിമയെ കൊണ്ട് നിർത്തുന്ന പോയിന്റിൽ പുള്ളിക്കാരൻ ഫുൾ കയ്യടി വാങ്ങിച്ചു കൂട്ടുന്ന ഒരു രംഗമുണ്ട്. അത് കണ്ടു തന്നെ അറിയണം. ഇനി ഞാൻ കഥാപാത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ആദ്യമായി ഞാൻ അടുത്ത സിനിമയെ പറ്റി പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ത്യൻ സിനിമകൾ കണ്ടിട്ടുള്ളതിൽ വെച്ച്, ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്, ഏറ്റവും ഭയങ്കരമായ ഞെട്ടിക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ് കൽക്കി. പിന്നെ ഹോളിവുഡ് സിനിമകളോടൊപ്പം കിടപിടിക്കുന്ന സിനിമകൾ നമ്മളെ ഇന്ത്യൻ സിനിമകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും തള്ളിയിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങളിൽ പൊക്കി പറയാറുണ്ട്. ഇപ്പൊ RRR ആയാലും അങ്ങനെയുള്ള പല സിനിമകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ഞാനിപ്പോൾ 100% ഉറപ്പിച്ച് പറയാം, ഒരു ഹോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഇന്റർനാഷണലി ഹൈ ബഡ്ജറ്റിൽ ഇറക്കുന്ന ഇന്റർനാഷണൽ ഹൈടെക് സിനിമകളുടെ മുന്നിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ട് ധൈര്യമായി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു സിനിമ ഇത് കൽക്കി എന്ന് 100% ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇത് ബാക്കി സിനിമകളിലെ ചില രംഗങ്ങളായിരിക്കും ഹോളിവുഡിനോട് ഒപ്പം നിൽക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഇത് ഏത് ഭാഷയിലും ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇംഗ്ലീഷിൽ ഡബ് ചെയ്താൽ പോലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ സിനിമയുടെ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചൈനീസ് സിനിമകളുടെ ഫ്രണ്ടിൽ, ഹൈ ബഡ്ജറ്റിൽ ഇറക്കുന്ന പല ചൈനീസ് സിനിമകളുടെയും ഫ്രണ്ടിൽ നിർത്തിയാൽ പോലും കൽക്കി തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ചൈനക്കാരുടെ ഗ്രാഫിക്സിനേക്കാളും അല്ലെങ്കിൽ VFX എഫക്റ്റിനേക്കാളും കലക്കി നമ്മളുടെ VFX. നമ്മൾ അതിനും മുകളിൽ, ചൈനയുടെയൊക്കെ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഹോളിവുഡിനോടും ഒപ്പം എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. അതിപ്പോ കഥ ഇത് മാത്രമല്ല, ടെക്നിക്കൽ മാത്രമല്ല ഞാൻ പറയുന്നത്. സിനിമ നടക്കുന്നത് ഫ്യൂച്ചർ പോലെയാണ്. 2898 അല്ല 2898 AD പേര് പോലെ തന്നെ കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. 10,000 വർഷം ഫ്രണ്ടിലോട്ടാണ് കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കഥാ സന്ദർഭങ്ങളും, ഇത് കഥ പറയുന്ന രീതിയും, ഇതിന്റെ സ്റ്റൈലും മേക്കിങ്ങും, ഇതെല്ലാം കുറച്ച് ഏതാനും ഒരു തലമുറകൾക്ക് മുന്നിലോട്ടാണ് നിൽക്കുന്നത്. നമ്മളെ ഇന്ന് കാണുന്ന ഒരു സിനിമാ ശൈലിയിലല്ല ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഭാഷ് കുഴിയിൽ വീഴുമ്പോൾ കൈയടിക്കുന്ന കുറച്ച് ആളുകളൂടെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ സിനിമ ദഹിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ദഹിക്കുന്ന ഒരു രീതിയിലല്ല, ഒരു പ്രത്യേക രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ തീർച്ചയായും നമ്മൾ ഈ സിനിമ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇത് വളരെ പ്രശംസ അർഹിക്കുന്ന ഒരു സിനിമയാണ്. ഒരു തരത്തിലും ടെക്നിക്കൽ മാത്രമല്ല ഞാൻ പറയുന്നത്, നല്ലൊരു കഥയും മാന്യമായ ഒരു കഥ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
പുരാണവുമായി മഹാഭാരതവുമായി നല്ല രീതിയിൽ ലിങ്ക് ചെയ്തു വരുന്ന ഒരു കഥയാണ്. മഹാഭാരത യുദ്ധത്തിന്റെ ഒന്ന് രണ്ട് രംഗങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ, യഥാർത്ഥ രീതിയിലല്ല, ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു വേൾഡിൽ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, അത് ഒന്നും പറയാനില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിയെ കാണാൻ പറ്റും. ഞാൻ ഇന്ന് വരെ ഇങ്ങനെയുള്ള ടേക്കുകളും എഫക്റ്റുകളും കണ്ടിട്ടില്ല. മഹാഭാരത യുദ്ധത്തിന്റെ ആ രംഗങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ കാണണം. ഭയങ്കരം എന്ന് വെച്ചാൽ പറയാൻ വാക്കുകളില്ല. ഈ പുള്ളിക്കാരന്റെ കയ്യിൽ ഇത് നാഗ് അശ്വിൻ ഡയറക്ടർ, ഇദ്ദേഹത്തിന്റെ കയ്യിൽ മഹാഭാരതം എടുക്കാൻ കൊടുത്താൽ നമ്മളെ ഞെട്ടിച്ച് കൈ തരും. പിന്നെ ഐമാക്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഇതിനപ്പുറം ഒരു എക്സ്പീരിയൻസ് കിട്ടാനില്ല. പിന്നെ ഇതിന് പ്രധാനമായ ഒരു കാര്യം പറയാം, ഞാൻ കണ്ടത് തെലുങ്കിലാണ്. ഞാൻ തമിഴല്ല, മലയാളമല്ല കണ്ടത്, ഹിന്ദി പോലും അല്ല. എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത ഒരു ഭാഷയായ തെലുങ്കിൽ സബ് ടൈറ്റിൽ ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. കാരണം ഐമാക്സ് പ്രിന്റ് ആകെപ്പാടെ തെലുങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഐമാക്സ് പ്രിന്റിൽ മലയാളമില്ല, ഒന്നുമില്ല, മലയാളവും തമിഴൊന്നുമില്ല. ഐമാക്സ് പ്രിന്റ് തെലുങ്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ട്രിവാൻഡ്രം ഐമാക്സിൽ തെലുങ്ക് വിത്തൗട്ട് സബ് ടൈറ്റിൽ ആണ് ഞാൻ സിനിമ കണ്ടത്. വളരെ കഷ്ടിച്ച് ഒരു ബേസിക് കഥ ഞാൻ മനസ്സിലാക്കി. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് കഥ മനസ്സിലാക്കി ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സബ് ടൈറ്റിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് ആ ഒരു കുറവ് തോന്നിയില്ല. കഥ തുടക്കം കണ്ടപ്പോ കുറച്ച് സംസാരങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഫീൽ ചെയ്തെങ്കിലും ബേസിക് പ്ലോട്ട് കിടിലായിട്ട് മനസ്സിലായി. പിന്നെ ദീപിക പദുകോണിന് ആ റോള് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ലാതെ ആർക്ക് വേണോ ചെയ്യാൻ പറ്റും. ഒരു ഗർഭിണിയായ ഒരു അമ്മയാകാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ഒരു കഥാപാത്രമാണ്. പിന്നെ അമിതാഭ് ബച്ചൻ പുള്ളിക്കാരന്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുള്ളിക്കാരന്റെ മേക്കപ്പാണ്. പുള്ളിക്കാരന്റെ മേക്കപ്പും പുള്ളിക്കാരന്റെ ലുക്കും മാരകമാണ്. പിന്നെ ഫുൾ സ്റ്റണ്ടും ബഹളവുമാണ്. പിന്നെ അത് 90%, 90% അത് ചെയ്തിരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കും. അമിതാഭ് ബച്ചനെ കൊണ്ട് അത്രയും വലിയ സ്റ്റണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ഒന്നാം പകുതി ഇന്റർവെല്ലിൽ വരെ സംസാരം കുറച്ച് കൂടുതലാണ്. എനിക്ക് സംസാരം എന്നേ പറയാൻ പറ്റും. ഞാൻ തെലുങ്കാണ് കണ്ടത്. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അതിൽ കുറച്ച് ചളവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാം പകുതി നല്ല ആക്ഷൻ സീക്വൻസുകളുടെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്റർവെല്ല് കഴിഞ്ഞുള്ള കുറച്ച്, ഇപ്പൊ അനാബന്റെ ആക്ഷൻ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് പ്രഭാസും അമിതാഭ് ബച്ചനും കൂടെ ഉണ്ട് സ്റ്റണ്ട് സീൻ. ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഐമാക്സിൽ തന്നെ കാണുന്നു ഞാൻ പറയുന്നില്ല. കഴിയുന്ന തിയേറ്ററിൽ തന്നെ കാണണം. വേറെ പ്രിന്റ് ഇട്ട് ഒരു തരത്തിലും OTT ഒന്നും കാണേണ്ട കാര്യമില്ല. തിയേറ്ററിൽ പോയി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയാണ്. പിന്നെ പ്രഭാസ് ചിരിച്ച് കണ്ടിട്ട് കുറച്ച് നാളായി. സലാറിലൊന്നും പ്രഭാസിനെ ചിരിച്ച് കാണാറില്ല. പിന്നെ പ്രഭാസ് തമാശ പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഒരു കാലം എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ബാഹുബലി മുതൽ പ്രഭാസ് കോമഡി പറഞ്ഞൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് വരെ ഒരു പടത്തിലും നമ്മൾ കണ്ടില്ല. പക്ഷെ ഇതിലെ പ്രഭാസ് ഒരു ഫണ്ണി ക്യാരക്ടറാണ്. തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു പ്ലസന്റ് ഫേസ് ഉള്ള ഒരു ചിരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. അതൊരു നല്ല കാര്യമാണ് എന്തൊക്കെ പറഞ്ഞാലും. അത് പിന്നെ ഇതിലെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത, ഒരൊറ്റ കഥാപാത്രങ്ങളും അഭിനയിച്ച് കുളമാക്കിയിട്ടില്ല. അനാവശ്യമായി ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവര് പോലും അനാവശ്യമായി അഭിനയിച്ച് കുളമാക്കി എന്ന് തോന്നിയിട്ടില്ല. ആവശ്യമില്ലാതെ ഒരാൾ വന്നു ആ ഭാഗം അത്രയും നശിപ്പിച്ചു, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഒരാളെ മാത്രം കേന്ദ്രീകരിച്ചല്ല കഥ പോകുന്നത്. കഥയിൽ ആദ്യം കുറച്ചു നേരം പ്രവാസിനെ കാണിക്കുമെങ്കിൽ പിന്നെ കുറച്ചു നേരം മറ്റൊരാളെ, പിന്നെ കുറെ കഴിയുമ്പോൾ പ്രവാസിനെ കണ്ടു മറന്ന ഒരവസ്ഥ വരും. അത് കഴിഞ്ഞ് വീണ്ടും പ്രവാസിനെ കാണിക്കും. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഇങ്ങനെ അവരവരവരവരതായ സീനുകൾ നിരത്തിയാണ് കഥ പോകുന്നത്. എല്ലാത്തിനുപരി ഇത് ഒരു ഭയങ്കരമായ ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. സൗണ്ട് മിക്സിംഗ് ഭയങ്കരമാണ്. പിന്നെ വൻ കാസ്റ്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇത്രത്തോളം വൻ താരനിരകൾ നിരന്ന ഒരു സിനിമ, അതായത് ഇന്ത്യയിലെ 2020 എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കഥാപാത്രങ്ങൾ ഇതിന്റെ നിരന്നത്. എന്റെ ഓർമ്മയിൽ വന്ന കുറച്ച് ആളുകളെയാണ് ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് കഥാപാത്രങ്ങൾ നിരന്ന് നശിപ്പിക്കാത്ത രീതി. പിന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ നിലവാരം കാത്തു സൂക്ഷിച്ചു. അടി നടന്നാലും എന്ത് ബഹളം നടന്നാലും. പിന്നെ ഏറ്റവും അവസാനമൊക്കെ എനിക്ക് ഒരുമാതിരി ചെറിയൊരു പ്രശ്നം തോന്നി. ലാസ്റ്റ് ഫൈറ്റ് കണ്ടപ്പോ നമ്മൾ ഈ അവഞ്ചേഴ്സ്, മാർവൽ, DC ഇതിന്റെയൊക്കെ ഒരു ഫൈറ്റിന്റെ എന്തോ ഒരു ഇത് ഫീൽ ചെയ്തു. അതൊരു കുറ്റമല്ല, കുഴപ്പമില്ല. കണ്ടുപിടുത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് പരിപാടി, കുറെ പറക്കും തളിക പോലുള്ള കുറെ സംഭവങ്ങൾ വരുന്ന അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്തു. അത് കുഴപ്പമില്ല. പിന്നെ ഒന്നാം പകുതിയിൽ ആവശ്യമില്ലാത്ത കുറച്ച് രംഗങ്ങൾ ഉള്ളതുപോലെ തോന്നി. അനാവശ്യമായ കുറച്ച് കോമഡിയൊക്കെ കയറ്റി ലെങ്ത് 3 മണിക്കൂർ എത്തിക്കാൻ വേണ്ടി പാടുപെട്ടതുപോലെ തോന്നി. അങ്ങനെയൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 100% നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഞാൻ പറയും കൽക്കി തന്നെയാണ് എന്ന്. കൽക്കി, പിന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം, കൽക്കി പാർട്ട് 1 എന്നൊന്നും എഴുതിയിട്ടില്ല. ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് എന്നുള്ള ഒരു സസ്പെൻസോട് കൂടിയാണ് സിനിമ തീരുന്നത്.
കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാണ് സിനിമ തീരുന്നത്. അതൊരു ഭയങ്കര ട്വിസ്റ്റായിരുന്നു. നമ്മൾ വിചാരിച്ചു പാർട്ട് 1 പാർട്ട് 2 ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്, ഇതിന്റെ പിന്നിൽ ഒരുപാട് ഇതിന്റെ ഫ്രണ്ട് ഇനി ഇതിനെ തുടർന്ന് ഒരുപാട് കൽക്കി ഫിലിംസ് വരും, ഇതിൽ മിച്ചം നിൽക്കുന്ന പല പല സംശയങ്ങളും അതിൽ ക്ലിയർ ആകും എന്ന് വിശ്വസിക്കുന്നു.